ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഹരമായ നാടൻ ഡാലിയപ്പൂക്കളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിരിക്കുന്ന ഡാലിയയുടെ ചെടികളാണ്. നാടൻ ഡാലിയ ചെടികളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല വലിപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് വിരിഞ്ഞ പൂക്കളൊന്നും നമ്മുടെ ഈ ചെടിക്കകത്തില്ല. മൊട്ടുകളൊക്കെ ആയിട്ടാണ് കേട്ടോ, മൊട്ടുകളാണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങുന്ന ഒരു സ്റ്റേജിലൊക്കെയാണ് നമ്മുടെ പൂമൊട്ടുകൾ നിൽക്കുന്നത്. ഹൈബ്രിഡ് ഇനങ്ങൾക്ക് പൂക്കൾ ചെറുതായിരിക്കും കേട്ടോ. നമ്മുടെ നാടൻ ഡാലിയ ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കം വയ്ക്കുന്നവയാണ്. മിനിയേച്ചർ ആയിരിക്കുമ്പോൾ അധികം പൊക്കം വയ്ക്കാതെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. നാടൻ ഡാലിയ പെട്ടെന്ന് പൊക്കം വെച്ച് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് താങ്ങുകൾ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതല്ലെങ്കിൽ പൂക്കളൊക്കെ നന്നായി വലുതായി വരുമ്പോൾ അതിൻ്റെ ഭാരം കൊണ്ട് നമ്മുടെ ചെടിയൊക്കെ ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കൂടാതെ നമുക്കിതിലെ പൂക്കളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ വിത്ത് കിട്ടും. ആ വിത്ത് നമുക്ക് പാകി മുളപ്പിച്ചിട്ടും പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പിന്നെ ഈ സാധാരണ പറയുന്നത് പോലെ കൊഴിഞ്ഞ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ അവിടുന്ന് പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടായി വരുന്നത് കാണാൻ കഴിയും കേട്ടോ. പിന്നെ ഇതിനകത്ത് പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണ് വേണം കേട്ടോ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ മണ്ണ്, മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി, ചകിരിച്ചോറൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇഷ്ടപ്പെടുന്നൊരു ചെടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉണങ്ങാൻ നിൽക്കാതെ ഡെയിലി നമ്മൾ ഒരു തവണയെങ്കിലും വെള്ളം നനച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ അങ്ങോട്ട് വേനൽക്കാലം കഴിയുന്നത് വരെ ഡാലിയ പൂക്കളായിരിക്കും കേട്ടോ നമ്മൾ മിക്ക വീടുകളിലും കണ്ടുവരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ പലരും ഇന്ന പൂക്കളാണ് എന്ന് പറഞ്ഞിട്ട് കിഴങ്ങുകൾ തന്നിട്ട് നമ്മളെ പറ്റിക്കാറുണ്ട്. അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഇത്തിരി പൈസ കൂടിയാലും നമുക്ക് പൂക്കൾ കണ്ടിട്ട്, കളർ കണ്ടിട്ട് ചെടി വാങ്ങിക്കാൻ കഴിയുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. കൂടാതെ ഇതിൽ നിന്നും വീണ്ടും വീണ്ടും വരുന്ന കിഴങ്ങുകളെല്ലാം നമുക്ക് എടുത്തു വെച്ചിട്ട് അടുത്ത വർഷത്തേക്കൊക്കെ ഇതേപോലെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡാലിയയുടെ വിശേഷങ്ങൾ. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൂവായിരുന്നല്ലേ ഡാലിയ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.